ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഫർസാന ഓക്കെ. ചിക്കൻ ബോക്സ് പറ, ഡെഫിനിഷൻ ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറ. ചിക്കൻ ബോക്സ് പറ. ആ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാ? Then symptoms and treatment കൂടി പറ. ഓക്കെ, പറ. കണ്ടിന്യൂ ചെയ്തോ ഫർസാന, കേൾക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോ. Then എന്താ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാ? ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാ എന്താ? Then ട്രീറ്റ്മെന്റ് എന്താ? ഓക്കെ, ട്രീറ്റ്മെന്റ് എന്താ? അസൈക്ലോവിർ, വിഡറാബിൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഷംന, പോളിയോമൈലൈറ്റിസ് പറ. സിംറ്റംസ്. ഓക്കെ, ട്രീറ്റ്മെന്റ്. Then പിന്നെയോ ഷംന? ഓക്കെ, ഷംന മ്യൂട്ട് ചെയ്തോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, ഷംന മ്യൂട്ട് ചെയ്തോ. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ടോപ്പിക് റേബീസ്. Okay, in that it is an acute viral disease of CNS. The causative agent is rabies virus, a RNA virus of the rhabdovirus family. Okay, rabies എന്താണെന്നാണ് പറയുന്നത്. It is an acute viral disease of CNS. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ അഫക്ട് ചെയ്യുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. പെട്ടെന്ന് തന്നെ അഫക്ട് ചെയ്യുന്ന, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു വൈറൽ ഡിസീസ് ആണ് റേബീസ്. The causative agent is rabies virus. അതായത് ഇതിന് കാരണമായിട്ടുള്ള വൈറസിന്റെ പേര് റേബീസ് തന്നെയാണ്, റേബീസ് വൈറസ്. ഇത് a RNA virus of the rhabdovirus family. ഇത് RNA വൈറസ് ആണ്. അത് റാബ്ഡോവൈറസ് ഫാമിലിയിൽ വരുന്നതാണ്. റാബ്ഡോവൈറസ് ഫാമിലി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഒന്നും കൂടി പറയാം. റേബീസ്, ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് വൈറൽ ഡിസീസ് ഓഫ് CNS. അതായത്
ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ അഫക്ട് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ അഫക്ട് ചെയ്യുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. Then the causative agent is rabies virus. അതായത് ഇതിന് കാരണമായിട്ടുള്ള വൈറസ് റേബീസ് വൈറസ് ആണ്. A RNA virus of the rhabdovirus family. അതായത് ഇത് RNA വൈറസ് ആണ്. അതുപോലെ തന്നെ ഇത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? റാബ്ഡോ വൈറസ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. റാബ്ഡോ വൈറസ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? ഓക്കെ. റേബീസ് ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് വൈറൽ ഡിസീസ് ഓഫ് CNS. അതായത് ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന പെട്ടെന്ന് തന്നെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. Then the causative agent is rabies virus. ഇതിന് കാരണമായിട്ടുള്ള വൈറസ് റേബീസ് വൈറസ് ആണ്. റേബീസ് വൈറസ്. ഓക്കെ, ഇതൊരു RNA വൈറസ് ആണ്. ഈ റേബീസ് വൈറസ് വരുന്നത് RNA വൈറസിന്റെ ഗ്രൂപ്പിലാണ്. RNA വൈറസ് ഉണ്ട്, DNA വൈറസ് ഉണ്ട്. റേബീസ് വൈറസ് വരുന്നത് RNA വൈറസിന്റെ ഗ്രൂപ്പിലാണ്. അതിൽ തന്നെ ഒരു ഫാമിലിയിലാണ് വരുന്നത്. ആ ഫാമിലിന്റെ പേരാണ് റാബ്ഡോ വൈറസ് ഫാമിലി. റാബ്ഡോ വൈറസ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത് ഈ റേബീസ് വൈറസ്. റാബ്ഡോ വൈറസ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലും കൂടിയാണ് വരുന്നത്. ക്ലിയർ ആയോ? റെസ്പോൺസ് ചെയ്യാലും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇതെങ്ങനെയാണ് പകരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ആനിമൽ ബൈറ്റ്, രണ്ടാമത്തത് പേഴ്സൺ ടു പേഴ്സൺ. എനിക്ക് ഒന്നാമത്തത് ആനിമൽ ബൈറ്റ്. ആനിമൽ ബൈറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് മൃഗങ്ങൾ കടിക്കുന്നത് വഴി. ഓക്കെ. ദെൻ പേഴ്സൺ ടു പേഴ്സൺ, അതായത് അഫക്ട് ചെയ്ത വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലോട്ടും ബാധിക്കും. ഒന്നുകൂടി പറയാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഫസ്റ്റ് പോയിന്റ് ആനിമൽ ബൈറ്റ്, അതായത് മൃഗങ്ങൾ കടിക്കുന്നത് വഴി. ദെൻ പേഴ്സൺ ടു പേഴ്സൺ, അതായത് അഫക്ട് ചെയ്ത ആളിൽ നിന്ന് വേറൊരു ആളിലോട്ടും. ക്ലിയർ ആയ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ക്ലിയർ ആയോ? പ്ലീസ് ഗീവ് റെസ്പോൺസ്. ഓക്കെ. നെക്സ്റ്റ്, സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഫീവർ, പനി ഉണ്ടാകും. സെക്കൻഡ് വൺ ഹെഡ് ഏക്ക്, മീൻസ് തലവേദന ഉണ്ടാകും. ദെൻ തേർഡ് വൺ എക്സസ് സലൈവേഷൻ, അതായത് ഉയർന്ന രീതിയിലുള്ള ഉമിനീർ ഉൽപാദനം ഉണ്ടാകും. എക്സസ് സലൈവേഷൻ, ഉയർന്ന രീതിയിലുള്ള ഉമിനീർ ഉൽപാദനം ഉണ്ടാകും. ദെൻ മസിൽ സ്പാസം. മസിൽ സ്പാസം എന്ന് പറഞ്ഞാൽ പേശി കോച്ചി പിടിക്കും. പേശി കോച്ചി പിടിക്കും. മസിൽ സ്പാസം. ദെൻ നെക്സ്റ്റ് വൺ പാരലൈസിസ് ആൻഡ് മെന്റൽ കൺഫ്യൂഷൻ. ഒന്നെങ്കിൽ തളർച്ച പോലെ, പാരലൈസിസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ തളർവാദം പോലെ അനുഭവപ്പെടും, അല്ലെങ്കിൽ തളർവാദം ഉണ്ടാകും, അല്ലെങ്കിൽ മെന്റൽ കൺഫ്യൂഷൻസ്, മെന്റലി കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് നൊസി ആൻഡ് വോമിറ്റിംഗ്, ഓക്കാനവും ഛർദി ഉണ്ടാകും. ദെൻ ഡയലേറ്റഡ് പ്യൂപ്പിൾ. ഡയലേറ്റഡ് പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി ഇങ്ങനെ വികസിക്കും, ഡയലേറ്റ് ചെയ്ത് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. ദെൻ ലാസ്റ്റ് വൺ സീഷേഴ്സ്. സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പിലെപ്സി പോലെ, മീൻസ് അപസ്മാരകം പോലെയുള്ളൊരു കണ്ടീഷൻ ആണ് സീഷേഴ്സ്. അപസ്മാരകം പോലെ ഉണ്ടാകും. ഓക്കെ, ഒന്നുകൂടി പറയാം സിംറ്റംസ്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഫീവർ, സെക്കൻഡ് വൺ ഹെഡ് ഏക്ക്, തേർഡ് വൺ എക്സസ് സലൈവേഷൻ, മീൻസ് ഉയർന്ന രീതിയിൽ ഉമിനീർ ഉൽപാദനം ഉണ്ടാകും. ദെൻ മസിൽ സ്പാസം, പേശി കൊച്ചിപ്പിടിക്കും. ദെൻ പാരലൈസിസ് ആൻഡ് മെന്റൽ കൺഫ്യൂഷൻ, മീൻസ് ഒന്നെങ്കിൽ തളർവാദ അനുഭവം ഉണ്ടാകും, അല്ലെങ്കിൽ മെന്റൽ കൺഫ്യൂഷൻ, മെന്റലി കൺഫ്യൂഷൻ വരും. ദെൻ നൊസി ആൻഡ് വോമിറ്റിംഗ്, മീൻസ് ഓക്കാനോ അല്ലെങ്കിൽ ഛർദി ഉണ്ടാകും. ദെൻ ഡയലേറ്റഡ് പ്യൂപ്പിൾ, മീൻസ് കൃഷ്ണമണി വികസിച്ചിരിക്കും. ദെൻ സീഷേഴ്സ്. സീഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിലെപ്സി പോലെ, മീൻസ് അപസ്മാരകം പോലെ അനുഭവപ്പെടും. ഇത്രയാണ് ലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹ്യൂമൻ റേബീസ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. ഹ്യൂമൻ റേബീസ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. ഓക്കെ, ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് തന്നെ ഹ്യൂമൻ റേബീസ് ബയോളജിക്കൽ പ്രോഡക്ട്സ് ആണ്.
അതിൽ വരുന്നത് റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് ഉപയോഗിക്കുന്നത്. റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് അതിൽ വരുന്ന ഡ്രഗ്. ഓക്കെ, അതായത് ഒന്നാമത്തത് ഹ്യൂമൻ റേബീസ് ബയോളജിക്കൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഒരു ഗ്രൂപ്പാണ്. അതിൽ വരുന്നത് റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. അതിലെ പ്രോഡക്റ്റ് ഏതാണ്? റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ട്രീറ്റ്മെന്റ് ഹ്യൂമൻ റേബീസ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. ഹ്യൂമൻ റേബീസ് ബയോളജിക്കൽ പ്രോഡക്ട്സ് അതായത് മനുഷ്യരിൽ റേബീസ് അനുഭവപ്പെടും, റേബീസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതിലെ പ്രോഡക്റ്റ് റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയും. അതിലെ പ്രോഡക്റ്റിന്റെ പേര് റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. കിട്ടിയോ? ഓക്കെ, രണ്ടാമത്തത് വാക്സിൻ ആണ്. ഒന്നാമത്തത് ഹ്യൂമൻ റേബീസ് ബയോളജിക്കൽ പ്രോഡക്റ്റ്, അതിലെ റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇനി രണ്ടാമത്തത് വാക്സിൻ ആണ്. വാക്സിൻസ് ഏതൊക്കെയാണെന്ന് വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പേര് ഇവിടെ വായിക്കാം. നിങ്ങൾക്ക് സ്പെല്ലിംഗ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല, മീൻസ് പുതുതായിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാം. മിസ് ഇന്ന് നോട്ട് സെൻഡ് ചെയ്യാന്ന് തോന്നുന്നു, ചോദിച്ചിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, വാക്സിൻ ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഹ്യൂമൻ ഡിപ്ലോയിഡ് സെൽ വാക്സിൻ. ഒന്നാമത്തെ വാക്സിൻ ഹ്യൂമൻ ഡിപ്ലോയിഡ് സെൽ വാക്സിൻ. ഓക്കെ, രണ്ടാമത്തത് പ്യൂരിഫൈഡ് ചിക്ക് എംബ്രിയോ സെൽ വാക്സിൻ. പ്യൂരിഫൈഡ് ചിക്ക് എംബ്രിയോ സെൽ വാക്സിൻ. മൂന്നാമത്തത് പ്യൂരിഫൈഡ് വെറോ സെൽ വാക്സിൻ. പ്യൂരിഫൈഡ് വെറോ സെൽ വാക്സിൻ. ലാസ്റ്റ് വൺ പ്യൂരിഫൈഡ് ഡക്ക് എംബ്രിയോ വാക്സിൻ. പ്യൂരിഫൈഡ് ഡക്ക് എംബ്രിയോ വാക്സിൻ. ഒന്നും കൂടി വായിക്കാം. വാക്സിൻസിൽ 4 വാക്സിൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ വാക്സിൻ ഹ്യൂമൻ ഡിപ്ലോയിഡ് സെൽ വാക്സിൻ. രണ്ടാമത്തത് പ്യൂരിഫൈഡ് ചിക്ക് എംബ്രിയോ സെൽ വാക്സിൻ. മൂന്നാമത്തത് പ്യൂരിഫൈഡ് വെറോ സെൽ വാക്സിൻ. നാലാമത്തത് പ്യൂരിഫൈഡ് ഡക്ക് എംബ്രിയോ വാക്സിൻ. കിട്ടിയോ? ഗിവ് റെസ്പോൺസ്. മൂന്നാമത്തത് പ്യൂരിഫൈഡ് വെറോ സെൽ വാക്സിൻ. പ്യൂരിഫൈഡ് വെറോ സെൽ വാക്സിൻ. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ഇതിൽ തന്നെ ട്രീറ്റ്മെന്റിൽ തന്നെ 2 ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, ദെൻ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞിട്ട് 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മോഡും കൂടി വരുന്നുണ്ട്. അതും കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഇവിടെ പറയാൻ പോവുകയാണ്. ഒന്നാമത്തത് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയും. പ്രീ എക്സ്പോഷർ, ഒരു ഹെഡിങ് കൊടുക്കുക, പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. അതായത് പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ പരിപാലനം, ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത്. പ്രീ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിംറ്റംസ് ഒക്കെ പ്രകടമാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താ പറയാ മരുന്ന് കൊടുക്കുന്നത്. ഓക്കെ, അതിനാണ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. മീൻസ് പ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുമ്പേ, അതായത് ഈ സിംറ്റംസ് എല്ലാം എക്സ്പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഹെഡിങ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഒന്നാമതായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. അതായത് വാക്സിൻ തന്നെ ബ്രാക്കറ്റിൽ വാക്സിൻ എഴുതുക. ഓക്കെ, ഒന്നാമത്തത് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. ഇതിൽ വാക്സിൻ അത് ഓരോ ഡേയ്സ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഓൺ ഡേയ്സ് ആണ് 0, 7, 21, 28. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് തന്നെ എഴുതിയെടുക്കാൻ, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. മെയിൻ ഹെഡിങ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, അതായത് ഈ ലക്ഷണങ്ങളൊക്കെ പ്രകടമാകുന്നതിന് മുന്നേ, ഈ കണ്ടീഷൻ പ്രകടമാകുന്നതിന് മുന്നേ കൊടുക്കുന്ന മരുന്ന് അല്ലെങ്കിൽ മുന്നേ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. അത് ഓരോ ഓൺ ഡേയ്സ് അനുസരിച്ചിട്ടാണ് ആ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്. 0, 7, 21, 28 അങ്ങനെയാണ് കൊടുക്കുന്നത്. ഡോസ് അതിന്റെ ഡേയ്സ്, അതായത് ദിവസം, ഏതൊക്കെ ദിവസമാണ് ആ ഡ്രഗ് കൊടുക്കുന്നതെന്ന് അല്ലെങ്കിൽ ആ വാക്സിൻ ഏതൊക്കെ ദിവസമാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ദിവസം, അതായത് 0 എന്നുള്ളത് ഫസ്റ്റ് 0 ഡോസ്, then 7, then 21, then 28.
പിന്നെ രണ്ടാമത്തത്, അതിലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൂസ്റ്റർ ഡോസസ് എന്നാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക. ഈ പോയിന്റ് തന്നെ പഠിക്കുക. രണ്ടാമത്തത് ബൂസ്റ്റർ ഡോസസ്. അങ്ങനെ രണ്ട് ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. ഒന്നാമത്തത് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ, രണ്ടാമത്തത് ബൂസ്റ്റർ ഡോസസ്. കിട്ടിയോ? ഓക്കെ. ഇനി അടുത്ത ഹെഡിങ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയും. അതായത് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം, അതായത് ഡിസീസ് കണ്ടീഷൻ അഫക്ട് ചെയ്തതിന് ശേഷം, ഡിസീസ് വന്നതിന് ശേഷം, ഈ ലക്ഷണങ്ങളൊക്കെ പ്രകടമായതിനു ശേഷം കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒന്നാമത്തത് വൂണ്ട് ക്ലീനിങ്. അതായത് ഇപ്പം എന്താ പറയാ, ആനിമൽ ബൈറ്റ് ചെയ്ത സൈറ്റ് ഇല്ലേ, ആ സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വൂണ്ട് എന്ന് പറഞ്ഞാൽ വ്രണം അല്ലെങ്കിൽ മുറിവുകൾ, അത് ക്ലീൻ ചെയ്യുക. അതാണ് ഒന്നാമത്തെ ട്രീറ്റ്മെന്റ്, വൂണ്ട് ക്ലീനിങ്. രണ്ടാമത്തത് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. അടുത്തത് ഒരു ഇമ്മ്യൂണൈസേഷൻ ആണ് കൊടുക്കുന്നത്. പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിലും ഒരു ഡ്രഗ് വരുന്നുണ്ട്. ആ ഡ്രഗും അതിന്റെ ഡേയ്സും ആണ്. ആ ഡേയ്സും ഡ്രഗും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ആ ഡേയ്സും ഡ്രഗും വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. മൂന്നാമത്തത് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനിലും ഡേയ്സ് ഏതൊക്കെ ഡേയ്സാണ് കൊടുക്കുന്നതെന്ന് അത് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. പോയിന്റ് ആയിട്ടാണ് അതും നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ഓക്കെ. അതിൽ പോസ്റ്റ് എക്സ്പോഷർ മൂന്നാമത്തെ, അതായത് ലാസ്റ്റ് ഹെഡിങ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആണ്. അതായത് ഡിസീസ് അസുഖം വന്നതിന് ശേഷം കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. ഒന്നാമത്തത് വൂണ്ട് ക്ലീനിങ്, രണ്ടാമത്തത് പാസീവ് ഇമ്മ്യൂണൈസേഷൻ, മൂന്നാമത്തത് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. അതിൽ വരുന്ന ഡോസും അല്ലെങ്കിൽ അതിന്റെ ഡേയ്സും നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് എഴുതിയെടുക്കുക. ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ. ഇത്രയാണ് റേബീസ്. ഈ റേബീസിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കുക. ഈ പോയിന്റ്സ്, ഞാൻ തന്ന പോയിന്റ്സ് അതുപോലെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണമെന്നില്ല. ഈ ജസ്റ്റ് പോയിന്റ്സ് മാത്രം കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അരുണിമ റെസ്പോൺസ്. ഷബീബ, ഓക്കെ. റേബീസ് എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ? ഓക്കെ. ഓക്കെ. ഓക്കെ, ഗുഡ്. അപർണ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്തൊക്കെയാ? ഓക്കെ. ദെൻ ഓക്കെ. സഹല, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ. അക്ഷയ, ലക്ഷണങ്ങൾ ഏതൊക്കെയാ? ഓക്കെ. മ്യൂട്ട് ചെയ്തോ. അഭിഷ്ണ, ലക്ഷണങ്ങൾ എന്തൊക്കെയാ? അറിയുന്ന ലക്ഷണങ്ങൾ പറ. അഭിഷ്ണ, ഉണ്ട്, പറ. അത്രേ അറിയുള്ളൂ? ഓക്കെ. മ്യൂട്ട് ചെയ്ത് അഭിഷ്ണ.
റഹ്മത്ത് സിംറ്റംസ് പറ. ഉം. 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 പേശിക്കൊട്ടി പഠിക്കാം. ഉം. 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 ഓക്കെ. ട്രീറ്റ്മെന്റ് ചോദിക്കുന്നില്ല. ട്രീറ്റ്മെന്റ് നിങ്ങൾ നോട്ടിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് പോകാം. നെക്സ്റ്റ് ആറാമത്തെ കണ്ടീഷൻ മീസ്ലെസ്. ആറാമത്തെ കണ്ടീഷൻ മീസ്ലെസ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. It is an acute viral infection caused by rubiola virus. Measles എന്ന് പറഞ്ഞാൽ it is an acute viral infection caused by rubiola virus. ഓക്കെ, അതായത് ഇതും പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇതിന് കാരണമായിട്ടുള്ള വൈറസ് റുബിയോള വൈറസ്. റുബിയോള വൈറസ് എന്ന് പറയും. എന്നിട്ട് പറയാം മീസ്ലസ് ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് വൈറൽ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ റുബിയോള വൈറസ്. അതായത് ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇതിന് കാരണമായിട്ടുള്ള വൈറസ് റുബിയോള എന്ന് പറയും. റുബിയോള വൈറസ്. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഗിവ് റെസ്പോൺസ്. ഓക്കെ, ഇനി സിംറ്റംസ് ആണ് പറയാൻ പോകുന്നത്. ലക്ഷണങ്ങൾ. ഓക്കെ, ലക്ഷണങ്ങൾ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ കഫ്, ചുമയുണ്ടാകും. ദെൻ സെക്കൻഡ് വൺ റണ്ണി നോസ്. റണ്ണി നോസ് എന്ന് പറഞ്ഞാൽ ജലദോഷം അല്ലെങ്കിൽ മൂക്കൊലിപ്പ്. റണ്ണി നോസ്. ദെൻ തേർഡ് വൺ ഇൻഫ്ലെയിംഡ് ഐസ്. ഇൻഫ്ലെയിംഡ് ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണില് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഓക്കെ, കണ്ണ് എന്താ പറയാ, ഒന്നെങ്കിൽ ഇത് ചുമന്നിരിക്കുക അല്ലെങ്കിൽ കണ്ണിൽ പഴുപ്പ് വരിക എന്നൊക്കെ, അതാണ് ഇൻഫ്ലെയിംഡ് ഐസ് എന്ന് പറഞ്ഞാൽ. ദെൻ സോർ ത്രോട്ട്. സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന. സോർ ത്രോട്ട്, തൊണ്ടവേദന. ഓക്കെ. ദെൻ ഫീവർ, പനി ഉണ്ടാകും. ദെൻ റെഡ് സ്കിൻ റാഷസ്. റെഡ് ബ്ലോച്ചി സ്കിൻ റാഷ്. റെഡ് ബ്ലോച്ചി സ്കിൻ റാഷ് എന്ന് പറയും. അതായത് ചുമന്നിട്ട് ഉള്ള തടിപ്പുകൾ. മീൻസ് ബ്ലോച്ചി എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആയി കിടക്കുന്ന അല്ലെങ്കിൽ പരന്ന് കിടക്കുന്ന, അതായത് ശരീരത്തിൽ മൊത്തം റാഷസ്, ചുവന്ന തടിപ്പുകൾ രൂപം കൊള്ളും. പരന്ന് മീൻസ് മൊത്തം സ്പ്രെഡ് ചെയ്ത രീതിയിലുള്ള ചുവന്ന തടിപ്പുകൾ രൂപം കൊള്ളും. ദെൻ ഹെഡേക്ക്, തലവേദന ഉണ്ടാകും. ദെൻ ലാസ്റ്റ് വൺ സ്വെല്ലൻ ലിംഫ് നോഡ്. ലിംഫ് നോഡൊക്കെ എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആ ലിംഫ് നോഡിന് നീരുണ്ടാകും. സ്വെല്ലൻ ലിംഫ് നോഡ്. ലിംഫ് നോഡ് എന്താകും? നീര് വരും അല്ലെങ്കിൽ വീർത്തിട്ട് കാണപ്പെടും. ഒന്നും കൂടി പറയാം സിംറ്റംസ്. ഫസ്റ്റ് വൺ കഫ്, ചുമയുണ്ടാകും. സെക്കൻഡ് വൺ റണ്ണി നോസ്, ജലദോഷം ഉണ്ടാകും. ദെൻ തേർഡ് വൺ ഇൻഫ്ലെയിംഡ് ഐസ്, കണ്ണിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ദെൻ മൂന്നാമത്തത് ഫോർത്ത് വൺ സോർ ത്രോട്ട്. സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന ഉണ്ടാകും. ദെൻ ഫീവർ, പനി ഉണ്ടാകും. ദെൻ റെഡ് ബ്ലോച്ചി സ്കിൻ റാഷ്, അതായത് ശരീരത്തിൽ മൊത്തം ചുവന്ന സ്പ്രെഡ് ചെയ്ത രീതിയിലുള്ള പരുക്കൾ അല്ലെങ്കിൽ കുരുകൾ അല്ലെങ്കിൽ തടിപ്പ് ഉണ്ടാകും. ഓക്കെ. ദെൻ ഹെഡേക്ക്, തലവേദന ഉണ്ടാകും. ദെൻ സ്വെല്ലൻ ലിംഫ് നോഡ്. ലിംഫ് നോഡ് എന്ന് പറഞ്ഞ ഭാഗം നീര് വെക്കും അല്ലെങ്കിൽ വീർത്തിട്ട് കാണപ്പെടും. ലക്ഷണങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ anti-measles gamma globulin if given within the first 3 days after exposure. അതായത് ട്രീറ്റ്മെന്റിൽ ഒന്നാമത്തത്, അതായത് ഈ കണ്ടീഷൻ വന്നതിന് ശേഷം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കൊടുക്കുന്ന ഒരു ഡ്രഗിനെ കുറിച്ചാണ് പറയുന്നത്. ഈ അസുഖം വന്നതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഡ്രഗിനെ കുറിച്ച്. അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ ആന്റി-മീസ്ലസ് ഗാമ ഗ്ലോബുലിൻ. ആന്റി-മീസ്ലസ് ഗാമ ഗ്ലോബുലിൻ. ഈ പേരൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ക്ലിയർ ആയെന്ന് വരില്ല. ആന്റി-മീസ്ലസ് ഗാമ ഗ്ലോബുലിൻ എന്ന് പറയും. ഇഫ് ഗിവൺ വിത്തിൻ ദ ഫസ്റ്റ് 3 days ആഫ്റ്റർ എക്സ്പോഷർ. അതായത് അസുഖം വന്നതിന് ശേഷം 3 ദിവസങ്ങളിൽ കൊടുക്കുന്ന, ഫസ്റ്റത്തെ 3 ദിവസങ്ങളിൽ കൊടുക്കുന്ന ഡ്രഗ് ആണ് ആന്റി-മീസ്ലസ്
ഗാമ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞത്. അതായത് അസുഖം വന്നതിന് ശേഷം ആദ്യത്തെ 3 ദിവസങ്ങളിൽ കൊടുക്കുന്നത്. ഈ ഡിസീസ് മീസ്ലസ് നമുക്ക് വന്നതിന് ശേഷമുള്ള അതിനുശേഷമുള്ള ആദ്യത്തെ 3 ദിവസം, ആദ്യത്തെ 3 ഡേയ്സ് കൊടുക്കുന്നതാണ് ആന്റി മീസ്ലസ് ഗാമ ഗ്ലോബുലിൻ. ആന്റി മീസ്ലസ് ഗാമ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Okay. Next, second one, treatment for symptoms includes plenty of fluids and paracetamol for the fever. Okay, രണ്ടാമത്തേലോട്ട് വരുമ്പോൾ ലക്ഷണങ്ങൾക്കനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെന്ന്. ട്രീറ്റ്മെന്റ് ഫോർ സിംറ്റംസ് ഇൻക്ലൂഡ്സ് plenty of fluids. plenty of fluids എന്നാൽ ധാരാളം ഫ്ലൂയിഡ്സ് കൊടുക്കുക, വെള്ളം കൊടുക്കുക. ഓക്കെ ഓക്കെ ആൻഡ് പാരസെറ്റമോൾ ഫോർ ദ ഫീവർ. ഫീവറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാരസെറ്റമോൾ കൊടുക്കാം. അതായത് ഓരോ ലക്ഷണം അനുസരിച്ചിട്ട് കൊടുക്കാന്ന്. അതാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. ട്രീറ്റ്മെന്റ് ഫോർ സിംറ്റംസ് ഇൻക്ലൂഡ്സ് പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് പാരസെറ്റമോൾ ഫോർ ദ ഫീവർ. അതായത് സിംറ്റംസിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക, ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതിന് എക്സാമ്പിൾസ് അതിൽ വരുന്നത് ഏതൊക്കെയാണ്? പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ്സ്, ധാരാളം വെള്ളം കൊടുക്കുക. അതുപോലെ തന്നെ പാരസെറ്റമോൾ ഫോർ ദ ഫീവർ, പനി കുറയ്ക്കാനായിട്ട് പാരസെറ്റമോൾ ഒക്കെ കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്നോട് പറയണം. ട്രീറ്റ്മെന്റ് ഫോർ സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതായത് പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കുക, അല്ലെങ്കിൽ ധാരാളം വെള്ളം കൊടുക്കുക. അതൊക്കെയാണ് എക്സാമ്പിൾസ്. ട്രീറ്റ്മെന്റ് ഫോർ സിംറ്റംസ്, ലക്ഷണത്തിനനുസരിച്ച്. അതായത് ഇവിടെ കുറെ ലക്ഷണങ്ങൾ പറഞ്ഞാൽ ആ ലക്ഷണത്തിനനുസരിച്ചിട്ട് മരുന്ന് കൊടുക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റിൽ വരുന്നത്. അതിലെ എക്സാമ്പിൾസ് ആണ് ഇൻക്ലൂഡ്സ് പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ്സ്, ധാരാളം ഫ്ലൂയിഡ്സ് കൊടുക്കുക, മീൻസ് ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ കൊടുക്കുക, വെള്ളം അതുപോലെയുള്ളതൊക്കെ കൊടുക്കുക. ആൻഡ് പാരസെറ്റമോൾ ഫോർ ദ ഫീവർ, പനി കുറയ്ക്കാനായിട്ട് പാരസെറ്റമോൾ ഒക്കെ കൊടുക്കുക. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് വാക്സിൻ ആണ്. അടുത്ത ഹെഡിങ് വാക്സിൻ ആണ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, the initial measles immunization usually as measles, mumps, rubella vaccine. MMR vaccine നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, പോളിയോ കാർഡിലൊക്കെ കണ്ടിട്ടുണ്ട് MMR vaccine. അതായത് ഫസ്റ്റത്തേത് the initial measles immunization, ആദ്യത്തെ measles immunization ഷെഡ്യൂൾ കൊടുക്കുന്നത് അതായത് MMR vaccine ആണ്. യൂഷ്വലി ഇത് അറിയപ്പെടുന്നത് MMR vaccine ആണ്. is recommended at 12 to 15 months of age. അതായത് 12 മാസം തൊട്ട് 15 മാസം വരെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത്. 12 മാസം, അതായത് 1 ഇയർ, 12 മാസം 1 ഇയർ ടു then 15 months. ഓക്കെ, 12 to 15 months of ഏജിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ഇമ്മ്യൂണൈസേഷൻ മീസ്ലസ് MMR എന്ന് പറഞ്ഞ വാക്സിൻ ആണ് കൊടുക്കുന്നത്. മീസ്ലസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, മീസ്ലസിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ ആണ് MMR വാക്സിൻ എന്ന് അറിയപ്പെടുന്നു. MMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീസ്ലസ്, മംസ്, റുബെല്ല എന്നാണ്. അതിലെ മീസ്ലസിന് MMR എന്നുള്ളത് 3 കണ്ടീഷന് വേണ്ടിയാണ്. മീസ്ലസ്, മംസ്, റുബെല്ല എന്ന് പറഞ്ഞ 3 കണ്ടീഷൻസിലാണ്. അതിൽ MMR വാക്സിൻ കൊടുക്കുന്നത് ഈ മീസ്ലസിനെ പ്രിവെന്റ് ചെയ്യാനാണ്. ഓക്കെ, അതായത് 12 to 15 months of age, 12 to 15 month of ഏജിലാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ ക്ലിയർ ആയോ? വാക്സിനിൽ ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? എന്ത് സഹല? മീസ്ലസ്, മംസ്, റുബെല്ല, ഈ 3 വാക്സിൻ, അതായത് 3 കണ്ടീഷന് വേണ്ടി കൊടുക്കുന്ന വാക്സിൻ ഒരുമിച്ചാണ് അറിയപ്പെടുന്നത്. മീസ്ലസ്, മംസ്, റുബെല്ല, MMR വാക്സിൻ. നിങ്ങൾ പോളിയോ കാർഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും MMR വാക്സിൻ. അതില് M എന്നുള്ളത് ആദ്യത്തെ M മീസ്ലസ്, രണ്ടാമത്തെ M മംസ്, മൂന്നാമത്തെ R റുബെല്ല, MMR. എക്സ്പാൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. ഇതില് നമ്മളിവിടെ മീസ്ലസ് ആണ് പഠിക്കുന്നത്. MMR വാക്സിനും മീസ്ലസിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് 12 to 15 months, 12 to 15 months ഓഫ് ഏജിലാണ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അറ്റൻഡൻസ് എടുക്കാം. ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പ്രസന്റ് പറയാം. അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രസന്റ് പറയാം. അഭിഷ്ണ,
അഭിഷ്ണ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രസന്റ് പറയാം. ഓക്കെ. അരുണിമ, അപർണ, അക്ഷയ, ഫർസാന, കീർത്തന, നിമിഷ, റഹ്മത്ത്, സഹല, ഷാനിബ, ഷബീബ, സാഹിറ, ഷംന, പ്രസന്റ് അല്ലായിരുന്നു. തൊയ്ബത്ത്, ഷബീബ തൊയ്ബത്ത് പ്രസന്റ് ആണോ? ഓക്കെ. ഓക്കെ, താങ്ക് യു.